ന്യൂസ് കാസർഗോഡ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗയിലുള്ള ശ്രീ വെങ്കടസ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ള ഭക്തർ കുഴഞ്ഞു വീണു. ഏകാദശി പ്രമാണിച്ച് ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു ഏകാദശി പ്രമാണിച്ചെത്തിയ ഭക്തരാണ് ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗയിലുള്ള വെങ്കടസ്വാമി ക്ഷേത്രത്തിലാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 9 പേർക്കാണ് ദാരുണമായി മരണം സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകളടക്കം ഭക്തർ കുഴഞ്ഞു വീണു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏകാദശി പ്രമാണിച്ച് വലിയ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ഭക്തർ കൂട്ടത്തോടെ ദേവപ്രതിഷ്ഠയ്ക്ക് സമീപത്തേക്ക് തള്ളിക്കയറിയതാണ് ഈ അപകടത്തിന് കാരണമുണ്ടായതെന്നാണ് പറയുന്നത്. ഭക്തർ തള്ളിക്കയറിയതോടെ ഉദ്യോഗസ്ഥർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ഇതാണ് ഈ ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം ആയിരക്കണക്കിനോളം ആളുകളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. എന്തായാലും 9 പേർക്കാണ് ഈ സംഭവത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ആന്ധ്രയിലെ ശ്രീകാകുളത്താണ് തിക്കിലും തിരക്കിലും പെട്ട് ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത്. 9 പേരാണ് മരിച്ചിരിക്കുന്നത്. കാശിബുഗ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഈ അപകടമുണ്ടായത്. ഏകാദശി ഉത്സവത്തിനായി എത്തിയ ഭക്തർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി, ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗയിലുള്ള ശ്രീ വെങ്കടസ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ള ഭക്തർ കുഴഞ്ഞു വീണു. ഏകാദശി പ്രമാണിച്ച് ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്